വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ തന്നെ വലിയ ജനവിശ്വാസം നേടിയെടുത്ത ഈ കാരിത്താസ് ആശുപത്രിയിൽ ആഭ്യന്തര വകുപ്പുമായി ചേർന്ന് നൂതനമായ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായി ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് കേരള പോലീസ് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഫണ്ടിലൂടെ ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കോട്ടയം നഗരത്തിൽ നിന്ന് മാറി വലിയ വികസനം എത്തിച്ചേരാത്ത സ്ഥലമായിരുന്നു ഈ കാരിത്താസ് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം. 1953 തറയിൽ പിതാവിൻ്റെ ദീർഘദൃഷ്ടിയെ ആണ് ഇവിടെ ഒരു ചെറിയ ക്ലിനിക്കായി കാരിത്താസ് ആരംഭിക്കുക. അങ്ങനെ ആരംഭിച്ച കാരിത്താസിന്റെ വളർച്ച അഭിമാനകരമാണ്. ആയിരക്കണക്കിന് രോഗികൾക്ക് ഓരോ ദിവസവും ശുശ്രൂഷ നൽകുന്ന ദൈവസ്നേഹം എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് 7 പതിറ്റാണ്ട് കൊണ്ട് ഈ നാടിന്റെ ഭാഗതയെ തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ ആതുര സേവന കേന്ദ്രമാണ് കാരിത്താസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കാരിത്താസുമായി വലിയ ആത്മബന്ധമുള്ള ഒരാളാണ്. ഞാൻ 3 തവണ നമ്മുടെ കോട്ടയത്ത് MP ആയിരുന്ന കാലത്ത് ഈ പ്രസ്ഥാനവുമായി വളരെയേറെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് സഭയുടെ അഭിവന്ദ്യനായ കുന്നശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വൻപിച്ച വികസന പ്രവർത്തനങ്ങളെ ഭാഗമാക്കാനും എനിക്കുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ആതുര സേവന കേന്ദ്രമായ കാരിത്താസിൽ ഓപ്പറേഷൻ തുഫാന്റെ ഒരു പുതിയ പദ്ധതി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളിയാകുമ്പോൾ നമ്മൾ തന്നെ സ്വയം മാറുകയാണ്. നമ്മൾ ജനങ്ങൾക്ക് ഒരു പുതിയ സന്ദേശം നൽകുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറുന്ന നമ്മുടെ പുതിയ തലമുറയെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 42 ദിവസമായി കേരളത്തിൽ ഏറ്റവും വിജയകരമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോവുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന DGPയെയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പോലീസ് സേനയുടെ കരുത്തും ആവേശവും അവരുടെ ആത്മാർത്ഥതയും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെയേറെ സഹായകമായിട്ടുണ്ട്. ഇന്ന് ഈ പദ്ധതി ഞങ്ങൾ തുടങ്ങിയെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൈ വിട്ടു പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൊടുക്കാൻ സമയമില്ല. എൻ്റെ ഡയറി മുഴുവൻ പരിശോധിച്ചാൽ 1 മിനിറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തുഫാന്റെ ഏറ്റവും വലിയ പ്രചാരകരും ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് അവരാണ് എന്ന് പറയുന്നത്. അമ്മമാർക്കാണല്ലോ കുടുംബത്തിന്റെ വേദനകളിൽ വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ. മക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അമ്മമാർ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കത്തുകൾ, ഫോൺ കോളുകൾ, മെയിലുകൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളും അമ്മമാരും ആഗ്രഹിക്കുന്ന പദ്ധതി ഇതാണ് എന്നാണ്. അവരുടെ വേദനയും നെടുവീർപ്പുകളും അവരുടെ മാനസികമായ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഒരിടമായി
ഇന്ന് ഓപ്പറേഷൻ തുഫാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 3 ഘട്ടമാണ് ഇതിനുള്ളത്. ഒന്ന് ഓപ്പറേഷൻ സ്ട്രൈക്ക്, അത് പോലീസ് ചെയ്യും. രണ്ടാമത്തേത് ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ്, നമ്മളൊക്കെ തുഫാൻ വാരിയേഴ്സ് ആണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായ തുഫാൻ വാരിയേഴ്സായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തേതാണ് ഓപ്പറേഷൻ കെയർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചതിക്കുഴിയിൽ പെട്ടുപോയ ആളുകളെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ്. മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഒരാളിനെ അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഓപ്പറേഷൻ തുഫാൻ കെയർ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആശുപത്രികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ 35ഓളം പ്രമുഖ ആശുപത്രികൾ ഇന്ന് തുഫാൻ കെയറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, ഇപ്പോഴത്തെ കാരിത്താസ് ആശുപത്രി, അങ്ങനെ 35ഓളം ആശുപത്രികളുമായി ഞാൻ നേരിട്ട് DGPയും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളമെമ്പാടുമുള്ള ആശുപത്രികൾ തുഫാൻ കെയറിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അയൽ സംസ്ഥാനങ്ങൾ ഈ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിക്കുന്നു. കഴിഞ്ഞ ദിവസം കർണാടകം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അതോടൊപ്പം ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാർ തിരുവനന്തപുരത്ത് സമ്മേളിച്ചു. അവർ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചു കേരളത്തിൽ ആരംഭിച്ച ഈ ഓപ്പറേഷൻ തുഫാന് പൂർണ്ണ പിന്തുണ നൽകാൻ. അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ വലിയ വെല്ലുവിളിയെ നേരിടാൻ കഴിയുള്ളൂ. ഇത് കടന്നു വരുന്നത് അതിർത്തി കടന്നു വരുന്നു, ഇത് ആകാശത്തൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, റോഡിലൂടെയും റെയിലിലൂടെയും വരുന്നു. ഇതിനെ തടയണമെങ്കിൽ കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഇതിന്റെ വരവ് തടയാൻ 5 ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്ന അപൂർവമായ ഒരു ആവേശകരമായ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എല്ലാവരും സഹായിക്കാൻ തീരുമാനിച്ചു. ഞാൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടു. അദ്ദേഹം അപ്പോൾ തന്നെ ഇതിന്റെ നിർദ്ദേശം 16-ാം തീയതി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ജോസഫിനെ ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നുണ്ട്. ഈ തുഫാന്റെ പിന്തുണ നേടാൻ വേണ്ടി അദ്ദേഹത്തെ കാണുന്നുണ്ട്. മറ്റു മുഖ്യമന്ത്രിമാരെയും കാണുന്നു. DGP തലത്തിൽ എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇതിന്റെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. വെറും കേസുകൾ എടുത്ത് അവരെ വിടുകയല്ല. ഇപ്പൊ തന്നെ 6000-7000 പേരെ അറസ്റ്റ് ചെയ്തു. 6000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 50-60 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. അതുകൊണ്ടാകുന്നില്ല. ജയിലുകൾ നിറയ്ക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുക അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, വഴിതെറ്റിപ്പോയ നമ്മുടെ മക്കളെ ലഹരി വിമുക്തരാക്കി ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പറയട്ടെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യം തുഫാൻ കെയറാണ്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകളെ ഇപ്പോൾ അവരോട് പോയി ക്ലാസ് എടുക്കാൻ പറയുന്നു, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഇന്ന് സൈക്യാട്രിസ്റ്റുകളുണ്ട്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അത് എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലഹരി വിമുക്തമാക്കുക എന്ന് പറയുന്നത് ചികിത്സയല്ല, അതൊരു ജീവകാരുണ്യ സേവനമാണ്. കാരിത്താസ് പോലെ മഹത്തായ സ്ഥാപനം, മധ്യ തിരുവിതാംകൂർ പോലെ ഏറ്റവും നല്ല ആരോഗ്യ കേന്ദ്രം ഇതിന് മുന്നോട്ട് വരുമ്പോൾ അത് നമ്മുടെ നാടിന് കരുത്തുണ്ടാക്കുന്നു. അത് സേവനത്തിന്റെ മകുട ഉദാഹരണമായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൂചന.